നമസ്കാരം. 100 ന്യൂസിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഗോകുൽ രവി. ആദ്യം പ്രധാന വാർത്തകൾ. ആക്രമണത്തിന് തുനിഞ്ഞാൽ മഹാവിനാശമെന്ന് പാകിസ്ഥാന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മുന്നറിയിപ്പ്. ഓപ്പറേഷൻ സിന്ദൂർ ഭീകരതയ്ക്കെതിരായ ഐതിഹാസിക പോരാട്ടം. ഭീകരരെ പാക് മണ്ണിൽ കയറി വകവരുത്തി. പഞ്ചാബിലെ ആദംപൂർ വ്യോമതാവളത്തിൽ പ്രധാനമന്ത്രി നേരിട്ടെത്തി സേനാംഗങ്ങളെ അഭിവാദ്യം ചെയ്തു. മോദിയുടെ അഭിസംബോധന ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനത്തിന് മുന്നിൽ നിന്ന്. പഹൽഗാമിൽ കൂട്ടക്കൊല നടത്തിയ ഭീകരരെ സഹായിച്ചയാളെ ഏറ്റുമുട്ടലിൽ വധിച്ച് സുരക്ഷാസേന. ഓപ്പറേഷൻ കെല്ലറിലൂടെ കൊലപ്പെടുത്തിയത് ഷഹീദ് കൂട്ടോ ഉൾപ്പെടെ 3 ഭീകരരെ. കൊല്ലപ്പെട്ടവരിൽ പാക് ഭീകരനും വൻ ആയുധശേഖരം പിടികൂടി. വനമേഖല വളഞ്ഞ് വ്യാപക പരിശോധന. ഷോപ്പിയാനിൽ നിന്ന് തത്സമയ റിപ്പോർട്ടുകളുമായി 24 വാർത്താ സംഘം. ഇന്ത്യ പാക് വെടിനിർത്തലിന് ഇടപെട്ടെന്ന അമേരിക്കൻ വാദം തള്ളി വീണ്ടും ഇന്ത്യ. ചർച്ചയ്ക്കായി സമീപിച്ചത് പാക് DGMO എന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ. TRFനെ ആഗോള ഭീകര സംഘടനയായി പ്രഖ്യാപിക്കാൻ UN സമീപിക്കും. ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കാൻ പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിക്കണമെന്ന കോൺഗ്രസ് ആവശ്യത്തെ പിന്തുണയ്ക്കാതെ NCP. രാജ്യവ്യാപക തിരങ്കായാത്രയുമായി BJP. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ലക്ഷ്യമിട്ട് UDF വിപുലീകരണ സൂചന നൽകി നേതൃത്വം. മുന്നണി വിട്ടുപോയവരെ തിരികെ കൊണ്ടുവരുന്നത് ആലോചിക്കുമെന്ന് കൺവീനർ അടൂർ പ്രകാശ്. തമ്മിലടിച്ച് വിജയസാധ്യത ഇല്ലാതാക്കരുതെന്ന് ഡൽഹിയിലെ യോഗത്തിൽ AICC നേതൃത്വം. ഹൈക്കമാൻഡ് വിളിച്ച യോഗത്തിൽ പങ്കെടുക്കാതെ K സുധാകരൻ. വിവാദമുണ്ടാക്കുന്നത് മാധ്യമങ്ങളെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. സംസ്ഥാനത്ത് ലഹരി കേസുകളിൽ വൻ വർധന. 4 വർഷത്തിനിടെ രജിസ്റ്റർ ചെയ്തത് 87,101 കേസുകൾ. അറസ്റ്റിലായത് 93,599 പേർ. വാടക കെട്ടിടത്തിൽ നിന്ന് ലഹരി പിടിച്ചാൽ ഉടമയെ പ്രതി ചേർക്കാൻ നിർദ്ദേശമെന്ന റിപ്പോർട്ടുകൾ തള്ളി എക്സൈസ്. നിയമാനുസൃത നടപടികൾ മാത്രമേ സ്വീകരിക്കൂവെന്ന് വിശദീകരണം. റാപ്പർ വേടനെതിരെ ഗുരുതര ആരോപണവുമായി RSS മുഖപത്രമായ കേസരിയുടെ പത്രാധിപർ. വേടന് പിന്നിൽ വിഘടനവാദികളെന്ന് NR മധു. വേടന്റെ പാട്ടുകൾ പ്രചരിപ്പിക്കുന്നത് ജാതി ഭീകരവാദമെന്നും വിമർശനം. പരാമർശം കൊല്ലം കിഴക്കേക്കല്ലട പുതിയിടത്ത് ശ്രീ പാർവതി ദേവി ക്ഷേത്രത്തിലെ പരിപാടിക്കിടെ. കാലവർഷം ആൻഡമാനിൽ ഈ മാസം 27ഓടെ കേരളത്തിലെത്തും. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. നാളെ 4 ജില്ലകളിൽ യെല്ലോ അലർട്ട്. കോഴിക്കോട് ജില്ലയുടെ മലയോര മേഖലകളിൽ കനത്ത മഴയെ തുടർന്ന് മലവെള്ളപ്പാച്ചിൽ. പതങ്കയം വെള്ളച്ചാട്ടം കാണാനെത്തി കുടുങ്ങിയ വിനോദസഞ്ചാരികളെ ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തി. വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട നാശനഷ്ടങ്ങൾക്ക് സഹായം അനുവദിക്കുന്നതിനുള്ള മാനദണ്ഡം തയ്യാറാക്കി. ഉത്തരവ് പുറത്തിറക്കി ദുരന്ത നിവാരണ വകുപ്പ്. വന്യജീവി ആക്രമണത്തിൽ മരിക്കുന്നവരുടെ കുടുംബാംഗങ്ങൾക്ക് 10 ലക്ഷം രൂപ ധനസഹായം. വനത്തിൽ വെച്ചാണ് ആക്രമണമെങ്കിലും തുക നൽകും. പാമ്പ്, തേനീച്ച, കടന്നൽ എന്നിവയുടെ ആക്രമണത്തിൽ മരിക്കുന്നവരുടെ കുടുംബങ്ങൾക്ക് 4 ലക്ഷം രൂപയുടെ സഹായം. നാടിനെ നടുക്കിയ തിരുവനന്തപുരം നന്ദൻകോട് കൂട്ടക്കൊലയിൽ പ്രതി കേഡൽ ജിൻസൺ രാജയ്ക്ക് ജീവപര്യന്തം. 15 ലക്ഷം രൂപ പിഴയും വിധിച്ചു. എല്ലാ കേസുകളിലുമായി 26 വർഷം തടവ്. ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കേണ്ടത് മറ്റു കേസുകളിലെ 12 വർഷം തടവിന് ശേഷം. അഡീഷണൽ സെഷൻസ് കോടതിയുടെ വിധി. മാതാപിതാക്കളെയും സഹോദരിയെയും ബന്ധുവിനെയും കൊലപ്പെടുത്തിയ കേസ്. ലഹരിയെ പിടിച്ചുകെട്ടാൻ എക്സൈസിന്റെ പുതിയ തന്ത്രം. വാടക കെട്ടിടത്തിൽ നിന്ന് ലഹരി പിടികൂടിയാൽ ഉടമയെ പ്രതികളാക്കുമെന്ന മലപ്പുറം എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ പ്രതികരണം തിരുത്തി എക്സൈസ് വകുപ്പ്. തിരുവനന്തപുരത്ത് കൊഴുപ്പ് മാറ്റ ശസ്ത്രക്രിയയ്ക്ക് പിന്നാലെ യുവതിയുടെ വിരലുകൾ മുറിച്ചു മാറ്റേണ്ടി വന്ന സംഭവത്തിൽ നിയമപോരാട്ടം തുടരുമെന്ന് കുടുംബം. വിഷയത്തിൽ മുഖ്യമന്ത്രി ഇടപെടണമെന്ന ആവശ്യം. കഴക്കൂട്ടത്തെ കോസ്മെറ്റിക് ക്ലിനിക്കിനെതിരെ ഗുരുതര ആരോപണങ്ങൾ. ശസ്ത്രക്രിയയിൽ പിഴവില്ലെന്ന മെഡിക്കൽ റിപ്പോർട്ട് എത്തിക്സ് കമ്മിറ്റി തള്ളി. ആശുപത്രി പ്രവർത്തിച്ചത് മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായി. കണ്ണൂർ പാനൂരിൽ നിന്ന് കണ്ടെത്തിയത് സ്റ്റീൽ ബോംബ് തന്നെയെന്ന് സ്ഥിരീകരണം. ബോംബുകൾ നിർവീര്യമാക്കി ബോംബ് സ്ക്വാഡ്. ബോംബുകൾ കണ്ടെത്തിയത് പാനൂർ മുളിയാത്തോടിലെ സ്വകാര്യ വ്യക്തിയുടെ തോട്ടത്തിൽ നിന്ന്. കഴിഞ്ഞ വർഷം ബോംബ് സ്ഫോടനത്തിൽ യുവാവ് കൊല്ലപ്പെട്ടത് ഇതേ സ്ഥലത്ത്. അമേരിക്കയുമായി $142 ബില്യൺ ആയുധ കരാറിൽ ഒപ്പുവെച്ച് സൗദി അറേബ്യ. പ്രതിരോധം, വ്യവസായം, ഊർജം എന്നീ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കും.
റിയാദിൽ ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തി സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ. അമേരിക്ക GCC ഉച്ചകോടി നാളെ. പലസ്തീൻ പ്രസിഡന്റും പങ്കെടുക്കും. കോഴിക്കോട് താമരശ്ശേരിയിൽ 2 വിദ്യാർത്ഥികൾ കുളത്തിൽ മരിച്ച നിലയിൽ. പൂനൂർ സ്വദേശികളായ മുഹമ്മദ് ഫർസാൻ, മുഹമ്മദ് അബൂബക്കർ എന്നിവരാണ് മരിച്ചത്. വീടിന് സമീപത്തെ കുളത്തിൽ നിന്നാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. തിരുവനന്തപുരം വഞ്ചിയൂർ കോടതിയിലെ അഭിഭാഷകയെ മർദ്ദിച്ച സംഭവത്തിൽ മുതിർന്ന അഭിഭാഷകനെതിരെ കേസ്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തത് ബെയിലിൻ ദാസിനെതിരെ. വനിതാ അഭിഭാഷകയെ ക്രൂരമായി മർദ്ദിച്ചെന്ന് FIR. ബെയിലിൻ ദാസിനെ ബാർ അസോസിയേഷനിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. സംഭവത്തിൽ സ്വമേധയാ കേസെടുത്ത വനിതാ കമ്മീഷനും ക്രൂരമർദ്ദനമേറ്റും മുഖത്തേറ്റ പരിക്ക് ഗുരുതരമെന്നും അഭിഭാഷക ശ്യാമിലി മാധ്യമങ്ങളോട്. CBSE 10-12 ക്ലാസ് പരീക്ഷാ ഫലങ്ങൾ പ്രഖ്യാപിച്ചു. 12ാം ക്ലാസ്സിൽ 88.39% വിജയം. വിജയ ശതമാനത്തിൽ വിജയവാഡ മേഖല മുന്നിൽ. 99.32% വിജയത്തോടെ തിരുവനന്തപുരം രണ്ടാമത്. 10ാം ക്ലാസ്സിൽ 93.66% വിജയം. കോൺഗ്രസ് അധ്യക്ഷനായിരുന്ന ചേറ്റൂർ ശങ്കരൻ നായരെ ഏറ്റെടുക്കാൻ ശ്രമിക്കുന്നതിന് പിന്നാലെ സ്വാതന്ത്ര്യ സമര സേനാനിയും കോൺഗ്രസ് നേതാവുമായിരുന്ന VR കൃഷ്ണൻ എഴുത്തച്ഛനെയും ഉന്നമിട്ട് BJP. VR-ന്റെ 21ാം ചരമവാർഷിക ദിനമായ ഇന്ന് BJPയും കോൺഗ്രസും അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചു. കേരള യൂണിവേഴ്സിറ്റിയിലെ യുദ്ധവിരുദ്ധ സെമിനാർ തടഞ്ഞ വൈസ് ചാൻസലറുടെ നടപടിയെ ചൊല്ലി സിൻഡിക്കേറ്റ് യോഗത്തിൽ തർക്കം. ഇടത് BJP സിൻഡിക്കേറ്റ് അംഗങ്ങൾ തമ്മിലാണ് തർക്കം. വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മൽ വിദ്യാർത്ഥിയെ രാജ്യദ്രോഹി എന്ന് വിശേഷിപ്പിച്ചതിനെതിരെ ഇടതംഗങ്ങളുടെ പ്രതിഷേധം. കോഴിക്കോട് താമരശ്ശേരി ചാലക്കരയിൽ മിനി ലോറി 2 പേരെ ഇടിച്ചു തെറിപ്പിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. വിദ്യാർത്ഥിനി ഉൾപ്പെടെ 2 പേർക്ക് പരിക്ക്. മദ്യലഹരിയിലായിരുന്ന ഡ്രൈവറെ നാട്ടുകാർ തടഞ്ഞു നിർത്തി പോലീസിൽ ഏൽപ്പിച്ചു. കേന്ദ്ര സർക്കാർ ഇനിയും നെല്ല് സംഭരണത്തിന്റെ തുക നൽകിയില്ലെന്ന് ഭക്ഷ്യമന്ത്രി GR അനിൽ. കർഷകർക്ക് എത്രയും പെട്ടെന്ന് വായ്പയെടുത്ത് തുക നൽകും. ഇതുവരെ 4.68 ലക്ഷം മെട്രിക് ടൺ നെല്ല് സംഭരിച്ചു. ബാക്കി സ്ഥലങ്ങളിൽ നിന്ന് 2 ദിവസത്തിനകം നെല്ല് സംഭരിക്കുമെന്നും മന്ത്രി. ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ വ്യാജ ലഹരി കേസിൽ കുടുക്കിയ സംഭവത്തിന്റെ ആസൂത്രണത്തിന് പിന്നിൽ ഷീല സണ്ണിയുടെ മരുമകളുടെ അനുജത്തി ലിവിയ ജോസ് എന്ന പ്രത്യേക അന്വേഷണ സംഘം. മരുമകളുമായി ഷീല സണ്ണിക്കുണ്ടായിരുന്ന പ്രശ്നങ്ങളാണ് കൃത്യത്തിന് കാരണം. പ്രതി നാരായണദാസിനെയും ഷീല സണ്ണിയുടെ മരുമകളെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തു. പത്തനംതിട്ട കൂടലിൽ തട്ടുകടയിലുണ്ടായ കൂട്ടത്തല്ലിൽ കടയുടമ ഉൾപ്പെടെ 3 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. തട്ടുകടയിലെത്തിയവരിൽ ഒരാൾ ഫോണിലൂടെ തമാശയ്ക്ക് അസഭ്യം പറഞ്ഞതാണ് പ്രകോപനത്തിന് കാരണം. ഏപ്രിൽ 20-ന് നടന്ന കൂട്ടത്തല്ലിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ്. കൊല്ലം കുന്നിക്കോട് 7 വയസ്സുകാരി പേവിഷബാധയേറ്റ് മരിച്ച സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് മന്ത്രി KB ഗണേഷ് കുമാർ. പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാൻ ആരോഗ്യമന്ത്രിക്ക് കത്ത് നൽകും. വിളക്കുടി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ കുട്ടിക്ക് ലഭിച്ചത് മികച്ച ചികിത്സയെന്നും KB ഗണേഷ് കുമാർ. കോഴിക്കോട് മാമി തിരോധാന കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥരെ മാറ്റിയതിനെതിരെ ആക്ഷൻ കമ്മിറ്റിയും മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. സ്ഥലം മാറ്റിയതിന് പിന്നിൽ ബാഹ്യ ഇടപെടലുണ്ടോ എന്ന് സംശയമുള്ളതായി ആക്ഷൻ കമ്മിറ്റിയുടെ ആരോപണം. കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥന് പിന്നാലെ മേൽനോട്ട ചുമതലയുള്ള IG-ക്കും സ്ഥലം മാറ്റം ലഭിച്ചിരുന്നു. സംസ്ഥാനത്ത് വർദ്ധിച്ചുവരുന്ന തെരുവുനായ ശല്യത്തിൽ കേന്ദ്ര സർക്കാരിനെയും ജനങ്ങളെയും പഴിച്ച് മന്ത്രി MB രാജേഷ്. ABC ചട്ടം കേന്ദ്ര സർക്കാർ ഇളവ് വരുത്താത്തതാണ് പ്രശ്നം. ജനങ്ങൾ ABC കേന്ദ്രങ്ങളോട് സഹകരിക്കുന്നില്ല. എല്ലാവർക്കും തെരുവുനായയെ കൊല്ലണം. എന്നാൽ എവിടെയും ABC കേന്ദ്രങ്ങൾ തുടങ്ങാൻ അനുവദിക്കില്ലെന്നും MB രാജേഷ് പറഞ്ഞു. നോക്കാം ഇനി കേരളത്തിലെ പ്രധാന വാർത്തകൾ. മലപ്പുറത്ത് നിപ ബാധിതരുടെ സമ്പർക്ക പട്ടികയിലുണ്ടായിരുന്ന 7 പേരുടെ പരിശോധനാ ഫലം കൂടി നെഗറ്റീവായി. 14 പേരെ കൂടി സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടുത്തി. എറണാകുളം മലയാറ്റൂർ ഇല്ലിത്തോട്ടിൽ കാട്ടാനക്കൂട്ടത്തിന്റെ ആക്രമണം. ഇല്ലിത്തോട് സ്വദേശി ശശിയുടെ വീട് ആനകൾ തകർത്തു. വീടിന്റെ ഭിത്തി ദേഹത്ത് വീണ ശശിയുടെ ഭാര്യ ബിജിക്ക് പരുക്ക്. കൊല്ലം കുണ്ടറ നല്ലിലയിൽ സ്വകാര്യ ബസ് ഇടിച്ച് വയോധികൻ മരിച്ചു. അഷ്ടമുടി മറ്റശ്ശേരിൽ വീട്ടിൽ ഷാജു സ്കറിയയാണ് മരിച്ചത്. ബസ് ഇറങ്ങി റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ അതേ ബസ് ഇടിച്ചാണ് അപകടമുണ്ടായത്. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. കോട്ടയം പാല
മുണ്ടാങ്കൽ ഇളന്തോട്ടം ഭാഗത്ത് വീടുകളിൽ മോഷണ ശ്രമം. മോഷ്ടാവിന്റെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചു. രാത്രി പെട്രോളിംഗ് സജീവമാക്കിയതായി പോലീസ്. കോഴിക്കോട് സെക്സ് റാക്കറ്റ് കേസിൽ പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. അസം സ്വദേശികളായ ഫുർഖാൻ അലി, അക്ലിമ ഖാത്തൂൻ എന്നിവരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത്. കാസർഗോഡ് പടന്നക്കാട് വാഹനാപകടത്തിൽ മരിച്ച യുവാവിന്റെ പേരിൽ വ്യാജ പണപ്പിരിവെന്ന് പരാതി. അപകടത്തിൽ പരിക്കേറ്റ് യുവാവ് ചികിത്സയിലാണെന്നും വൻതുക ആവശ്യമുണ്ടെന്നും പറഞ്ഞാണ് പണപ്പിരിവ്. പണം ആവശ്യപ്പെട്ടുള്ള ഓഡിയോ സന്ദേശം 24 ലഭിച്ചു. മലപ്പുറം തിരൂർ പുതിയങ്ങാടിയിൽ സ്വകാര്യ ബസ് സ്കൂട്ടറിലിടിച്ച് സ്കൂട്ടർ യാത്രക്കാരായ അമ്മയ്ക്കും മകൾക്കും പരിക്ക്. പുതിയങ്ങാടി സ്വദേശി സെറീന, മകൾ ആയിഷ എന്നിവർക്കാണ് പരിക്കേറ്റത്. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ 24. തേവലക്കര പടിഞ്ഞാറ്റക്കര മിത്ര സാംസ്കാരിക വേദിയുടെ 40ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് ലഹരി വിരുദ്ധ പദയാത്ര സംഘടിപ്പിച്ചു. ലഹരി വിരുദ്ധ സമ്മേളനം കൊല്ലം എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ നൌഷാദ് ഉദ്ഘാടനം ചെയ്തു. നാടകകൃത്ത് ബേബിക്കുട്ടൻ തൂലിക അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ അനിൽ മുഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി. കേര കർഷകർക്ക് വേൾഡ് ബാങ്ക് അനുവദിച്ച 139 കോടി രൂപയുടെ സഹായധനം വകമാറ്റി ചെലവഴിച്ചതിലും വിവിധ കാർഷിക പ്രശ്നങ്ങൾ ഉന്നയിച്ചും കൃഷി ഓഫീസുകളിലേക്ക് മാർച്ച് നടത്തി കർഷക കോൺഗ്രസ്. തൃശൂർ നിയോജകമണ്ഡലം പ്രസിഡന്റ് ഹരിത് ബി കല്ലുപാലത്തിന്റെ അധ്യക്ഷതയിൽ നടത്തിയ ധർണ UDF തൃശൂർ ജില്ലാ ചെയർമാൻ TV ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്തു. മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം K ബൈജുനാഥ് ഈ മാസം 20-ന് കോഴിക്കോട് ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിൽ നടത്താനിരുന്ന സിറ്റിംഗ് റദ്ദാക്കി. പുതിയ തീയതി പിന്നീട് അറിയിക്കും. വാഹനാപകടത്തിൽ നട്ടെല്ലിന് ഗുരുതരമായി പരിക്കേറ്റ് നടക്കാൻ കഴിയാത്ത യുവാവിന് ഇലക്ട്രോണിക് വീൽചെയർ കൈമാറി തൃശൂർ മണലൂർ പഞ്ചായത്തിലെ OVS ഫൗണ്ടേഷൻ. മണലൂർ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് KV വിനോദൻ അധ്യക്ഷത വഹിച്ചു. തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ ജീവനക്കാരുടെ സർവീസ് പ്രശ്നങ്ങൾക്ക് ഉടൻ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് കോഴിക്കോട് പ്രതിഷേധം. പ്രിൻസിപ്പൽ ഡയറക്ടറേറ്റിലും ജോയിന്റ് ഡയറക്ടർ ഓഫീസുകൾക്ക് മുന്നിലും കേരള NGO യൂണിയന്റെയും KGMOയുടെയും നേതൃത്വത്തിൽ സർക്കാർ ജീവനക്കാർ പ്രകടനം നടത്തി. തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ ജീവനക്കാരുടെ ശമ്പളം, പെൻഷൻ, പ്രൊവിഡന്റ് ഫണ്ട് തുടങ്ങിയവ ഏകീകൃതമാക്കുക, ഇന്റർ ട്രാൻസ്ഫറബിലിറ്റിയുടെ ഭാഗമായി ശമ്പളം മുടങ്ങിയ ജീവനക്കാർക്ക് ഉടൻ ശമ്പളം ലഭ്യമാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. ഭാരത് സേവക് സമാജ് നാഷണൽ അവാർഡ് കലാമണ്ഡലം റസി ഷാജി ദാസിന് തിരുവനന്തപുരം കവടിയാർ സദ്ഭാവന ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ഡോക്ടർ BS ബാലചന്ദ്രൻ അവാർഡ് നൽകി. കലാരംഗത്തുള്ള സമഗ്ര പ്രവർത്തനങ്ങൾക്കാണ് അവാർഡ്. കായ്ക്കര കുമാരനാശാൻ സ്മാരകം നൽകുന്ന ഈ വർഷത്തെ ആശാൻ യുവകവി പുരസ്കാരം PS ഉണ്ണികൃഷ്ണന് സമ്മാനിച്ചു. ലോഗോസ് ബുക്സ് പ്രസിദ്ധീകരിച്ച മതിയാകുന്നേയില്ല എന്ന കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം. 50,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. കാസർഗോഡ് കാഞ്ഞങ്ങാട് സ്കൂളുകളിൽ വൃക്ഷത്തൈ നട്ട് രതീഷ് സൗഹൃദ കൂട്ടായ്മ. ജില്ലയിൽ രതീഷ് എന്ന പേരുള്ളവരുടെ സൗഹൃദ കൂട്ടായ്മയായ RSKയുടെ നേതൃത്വത്തിലാണ് വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചത്. സൗഹൃദ കൂട്ടായ്മയിലുള്ളത് 200 പേർ. കാലിക്കറ്റ് സ്കൂൾ ഓഫ് ഫൈൻ ആർട്സിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ ചിത്ര പ്രദർശനം കോഴിക്കോട് ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ ആരംഭിച്ചു. ചടങ്ങ് കോഴിക്കോട് മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു. ചിത്ര പ്രദർശനം സൃഷ്ടി എന്ന പേരിൽ. മെയ് 23-ന് ഓസ്ട്രേലിയയിലെ ഗോൾഡ് കോസ്റ്റിൽ നടക്കുന്ന മെൻ ഇൻ ഗോൾഡ് കോസ്റ്റ് കുടുംബ കൂട്ടായ്മയിൽ ഓസ്ട്രേലിയയിൽ കുടിയേറിയ മക്കൾക്കൊപ്പമുള്ള മാതാപിതാക്കളെ ഓസ്ട്രേലിയയിലെ മലയാളി മന്ത്രി ജിൻസൺ ആൻഡോ ചാൾസിന്റെ നേതൃത്വത്തിൽ ആദരിക്കും. പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ വൈശാഖ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. ക്യൂൻസ്ലൻഡ് പാർലമെന്റ് ചീഫ് വിപ്പ് മാർക്ക് ബൂത്ത്മാനും ചടങ്ങിൽ പങ്കെടുക്കും. തിരികെ 100 ന്യൂസിലേക്ക്. ഇനി പ്രധാന അറിയിപ്പുകൾ. തൃശൂർ പഴഞ്ഞി സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടേഴ്സിന്റെ തസ്തികയിലേക്ക് ഒഴിവ്. അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഈ മാസം 14. തൃശൂർ പാലപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപക ഒഴിവ്. ഇംഗ്ലീഷ്, മലയാളം, അറബിക്, ഫിസിക്സ് വിഷയങ്ങളിലേക്കാണ് ഒഴിവ്. അഭിമുഖം ഈ മാസം 14. കൊല്ലം ചെങ്ങമനാട് മാർ ഔഗേൻ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപക ഒഴിവ്. ഇംഗ്ലീഷ്, കൊമേഴ്സ്, ഫിസിക്സ് വിഷയങ്ങളിലാണ് ഒഴിവ്. അഭിമുഖം ഈ മാസം 28-ന്. പത്തനംതിട്ട പുറമറ്റം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ GST അസിസ്റ്റന്റ്, മൊബൈൽ ഫോൺ ഹാർഡ്വെയർ റിപ്പയർ ടെക്നീഷ്യൻ എന്നീ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. കോഴ്സ് സൗജന്യമാണ്. പ്രായപരിധി 15 മുതൽ 23 വരെ.
വിശുദ്ധ ഖുറാൻ പഠനം പ്രോത്സാഹിപ്പിക്കുന്നതിനായി SSFന്റെ നേതൃത്വത്തിൽ തർത്തീൽ ഹോളി ഖുറാൻ പ്രീമിയോ സംസ്ഥാന മത്സരം ജൂൺ 15 പത്തനംതിട്ടയിൽ 3 വിഭാഗങ്ങളിലായി ഖിറാഅത്ത്, ഹിഫ്ൾ, പ്രഭാഷണം എന്നീ ഇനങ്ങളിലാണ് മത്സരം. ജനങ്ങളുടെ പരാതികളും പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിന് ജൂൺ ആദ്യവാരം അദാലത്ത് നടത്താൻ തിരുവനന്തപുരം കോർപ്പറേഷൻ. അദാലത്തിലേക്ക് പരിഗണിക്കേണ്ട അപേക്ഷകൾ 19 വരെ സ്വീകരിക്കും. നെടുമങ്ങാട് KVSM സർക്കാർ കോളേജിൽ സൈക്കോളജിസ്റ്റിന്റെ ഓൺ കോൺട്രാക്ട് ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. റെഗുലർ പഠനത്തിലൂടെ സൈക്കോളജിയിൽ ബിരുദാനന്തര ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കാം. ക്ലിനിക്കൽ സൈക്കോളജി, പ്രവൃത്തി പരിചയം എന്നിവ ഉള്ളവർക്ക് മുൻഗണന. കൊച്ചി കെൽട്രോണിന്റെ ആർക്കിടെക്ചർ ഡിസൈൻ, ഇന്റീരിയർ ഡിസൈൻ, അഡ്വർടൈസിംഗ്, ഗ്രാഫിക് ഡിസൈൻ കോഴ്സുകളിൽ ഫീസ് ഇളവ്. 1 വർഷവും 4 മാസവും ദൈർഘ്യമുള്ള കോഴ്സുകളിലേക്ക് +2, ITI, ITC, ഡിഗ്രി, BTech കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. നോക്കാം ദേശീയ വാർത്തകൾ. പാകിസ്ഥാനെ ഭീകര രാഷ്ട്രമായി പ്രഖ്യാപിക്കണമെന്ന് രാജ്യസഭാ MP കപിൽ സിബൽ. രാജ്യം പൂർണ്ണമായും സർക്കാരിനൊപ്പമുണ്ടെന്നും പാകിസ്ഥാനുമായി ഒരു ബന്ധത്തിനുമില്ലെന്നും അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളോട് ഇന്ത്യ പറയണമെന്ന് കപിൽ സിബൽ. തമിഴ്നാട് പൊള്ളാച്ചിയിലെ കൂട്ടബലാത്സംഗ കേസിൽ 9 പ്രതികൾ മരണം വരെ തടവ് ശിക്ഷ. 8 പരാതിക്കാർക്കായി 85 ലക്ഷം രൂപ നൽകാനും കോയമ്പത്തൂർ വനിതാ കോടതിയുടെ ശിക്ഷാവിധി. പ്രതികൾ പീഡിപ്പിച്ചത് 200ഓളം സ്ത്രീകളെ. പഞ്ചാബിലെ അമൃത്സറിൽ വിഷമദ്യം കഴിച്ച് 14 പേർ മരിച്ചു. 6 പേർ ചികിത്സയിൽ. മദ്യം വിതരണം ചെയ്തവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. രാജ്യത്ത് ടർക്കിഷ് ആപ്പിൾ ഇറക്കുമതി നിരോധിക്കണമെന്ന് ഹിമാചലിലെ കോൺഗ്രസ് നേതാവ് കുൽദീപ് സിംഗ് റാത്തോഡ്. പാകിസ്ഥാൻ തുർക്കി നിർമ്മിത ആയുധങ്ങൾ ഉപയോഗിച്ച് എന്ന സ്ഥിരീകരണത്തിന് പിന്നാലെയാണ് റാത്തോഡിന്റെ പ്രതികരണം. 2023 തുർക്കി ഭൂകമ്പത്തിൽ ഇന്ത്യ കാണിച്ച മാനുഷിക പരിഗണനയോടുള്ള നയവഞ്ചനയാണിതെന്നും കോൺഗ്രസ് നേതാവ്. സംസ്ഥാനത്ത് പരിസ്ഥിതി സൗഹൃദ വ്യവസായ യൂണിറ്റുകൾക്കായി പദ്ധതി ആവിഷ്കരിച്ച് ഉത്തർപ്രദേശ് സർക്കാർ. വികസിത വ്യാവസായിക സംസ്ഥാനം പദ്ധതിയുടെ ഭാഗമായാണ് പുതിയ പ്രഖ്യാപനം. 55 വ്യവസായ പ്ലോട്ടുകൾ പരിസ്ഥിതി സൗഹൃദമായി അനുവദിക്കാൻ നീക്കം. ഗുരുഗ്രാമിലെ ആഡംബര ഫ്ളാറ്റ് സമുച്ചയമായ ട്രംപ് ടവേഴ്സ് പ്രോജക്ടിന്റെ നിർമ്മാണം പൂർത്തിയായതായി ഡെവലപ്പർമാരായ സ്മാർട്ട് വേൾഡ് ഡെവലപ്പേഴ്സും ട്രിബേക്ക ഡെവലപ്പേഴ്സും. ഉദ്ഘാടനത്തിന്റെ ആദ്യ ദിവസം തന്നെ ഫ്ളാറ്റിന്റെ എല്ലാ യൂണിറ്റുകളും റെക്കോർഡ് വിലയായ 3250 കോടി രൂപയ്ക്ക് വിറ്റ് തീർന്നു. ട്രംപ് ടവർ കാണാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മകൻ എറിക് ട്രംപ് ഉടൻ ഇന്ത്യ സന്ദർശിക്കുമെന്ന് വിവരം. നോക്കാം രാജ്യാന്തര വാർത്തകൾ. ട്രംപിന്റെ അഭയാർത്ഥി പദ്ധതി പ്രകാരം വെള്ളക്കാരായ ദക്ഷിണാഫ്രിക്കക്കാർ എത്തിയത് 59 പേർ. യുക്രൈൻ റഷ്യ ചർച്ചകളിൽ പങ്കുചേരാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി സംസാരിച്ച് യൂറോപ്യൻ നയതന്ത്രജ്ഞർ. ചർച്ച തുർക്കിയിലെ ഇസ്താംബുളിൽ. ഖത്തർ രാജകുടുംബം വാഗ്ദാനം ചെയ്ത ആഡംബര വിമാനം നിരസിക്കുന്നത് മണ്ടത്തരമായിരിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഖത്തർ നൽകുന്നത് $400 മില്യൺ വില വരുന്ന വിമാനം. US ഗവൺമെന്റിന് ഇതുവരെ ലഭിച്ചതിൽ വെച്ച് ഏറ്റവും വിലപ്പെട്ട സമ്മാനങ്ങളിലൊന്നാണ് വിമാനം. ട്രംപിന്റെ നടപടിയെ അതിരൂക്ഷമായി വിമർശിച്ച് പ്രതിപക്ഷം. ഗസയിൽ ഭക്ഷ്യക്ഷാമം അപകടകരമായ നിലയിലെന്ന് ഇന്റഗ്രേറ്റഡ് ഫുഡ് സെക്യൂരിറ്റി റിപ്പോർട്ട്. 2.4 ദശലക്ഷം ജനങ്ങളിൽ 22% ദുരന്തം പേറുന്നു. അന്താരാഷ്ട്ര തലത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന പദ്ധതികൾ നിലച്ചത് ക്ഷാമത്തിന് കാരണമായെന്ന് UN. ഹമാസുമായുള്ള നേരിട്ടുള്ള ചർച്ചകൾക്ക് പിന്നാലെ തടവിലായിരുന്ന സൈനികൻ എഡാൻ അലക്സാണ്ടറെ ഹമാസ് മോചിപ്പിച്ചു. സൈനികന്റെ മോചനത്തെ ബെഞ്ചമിൻ നെതന്യാഹു സ്വാഗതം ചെയ്തു. ഹമാസ് ഇസ്രയേൽ യുദ്ധം അവസാനിക്കുന്നതിന്റെ സൂചനയാണ് മോചനമെന്ന് അമേരിക്ക. പുറത്താക്കപ്പെട്ട ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗ് പാർട്ടിയുടെ രജിസ്ട്രേഷൻ താൽക്കാലികമായി മരവിപ്പിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. പാർട്ടിയെ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിലക്കി. ദിവസങ്ങൾ നീണ്ട പ്രതിഷേധങ്ങൾക്ക് ശേഷം നൊബേൽ സമ്മാന ജേതാവ് മുഹമ്മദ് യൂനുസിന്റെ ഇടക്കാല സർക്കാർ അവാമി ലീഗിന്റെ എല്ലാ പ്രവർത്തനങ്ങളും തീവ്രവാദ വിരുദ്ധ നിയമപ്രകാരം നിരോധിച്ചതിനു ശേഷമാണ് ഈ നീക്കം. ബംഗ്ലാദേശിലെ മോഡലും മുൻ സൗന്ദര്യ റാണിയുമായ മേഘന ആലമിനെ ഹണി ട്രാപ്പ് കേസിൽ അറസ്റ്റ് ചെയ്തു. മുൻ സൗദി അംബാസഡറെ ഹണി ട്രാപ്പിൽ കുടുക്കി $5 മില്യൺ തട്ടിയെടുക്കാൻ ശ്രമിച്ചെന്നാണ് കേസ്. ഓസ്ട്രേലിയൻ 2ാം തവണയും പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ആന്റണി ആൽബനീസ്. സമീപകാലത്ത് മധ്യ ഇടതുപക്ഷ ലേബർ പാർട്ടി നേടുന്ന വലിയ വിജയമെന്ന് ആൽബനീസ്. ചെസ് നിരോധിച്ച് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ സർക്കാർ ഉത്തരവിറക്കി. ഇസ്ലാമിക നിയമത്തിന് വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് തീരുമാനം. ഉത്തരവിന്റെ ഭാഗമായി ചെസ് ഫെഡറേഷനും പിരിച്ചുവിട്ടു. 2024 വാർസോയിലെ
ഷോപ്പിംഗ് സെന്റർ തീവച്ച് നശിപ്പിച്ചതിന് ഉത്തരവാദി റഷ്യയെന്ന് തെളിഞ്ഞെന്ന് പോളണ്ട്. റഷ്യൻ അംബാസഡറെ വിളിച്ചു വരുത്തി ക്രാക്കോവിലെ റഷ്യൻ കോൺസുലേറ്റ് അടച്ചുപൂട്ടണമെന്ന് പോളണ്ട്. 100 ന്യൂസിലേക്ക് വീണ്ടും. ഇനി ബിസിനസ് വാർത്തകൾ. ഇന്നലെ 2 തവണ കുറഞ്ഞ സ്വർണ്ണവില ഇന്ന് കൂടി. US ചൈന വ്യാപാര യുദ്ധത്തിൽ അയവ് വന്നത് സ്വർണ്ണവില കൂടാനിടയാക്കി. സംസ്ഥാനത്ത് പവന് 120 രൂപ കൂടി 70,120 രൂപയും ഗ്രാമിന് 15 രൂപ ഉയർന്ന് 8,765 രൂപയുമായി. ഏറ്റവും മെലിഞ്ഞ സ്മാർട്ട് ഫോൺ പുറത്തിറക്കിയ സാംസങ് S25 എഡ്ജ് പുറത്തിറക്കിയത് യുവ ഉപഭോക്താക്കളെ ലക്ഷ്യമിട്ട. US ചൈന വ്യാപാര യുദ്ധത്തിന് വിരാമമായതോടെ എണ്ണവിലയിൽ നേരിയ കുറവ്. വിലയെ ബാധിച്ചത് വിതരണത്തിലെ വർധനവിനെക്കുറിച്ചുള്ള ആശങ്കകൾ. അമേരിക്ക ചൈന വ്യാപാര യുദ്ധം അവസാനിച്ചതോടെ നേട്ടത്തിൽ ഡോളർ. നഷ്ടം നേരിട്ട് യെന്നും യൂറോയും. അമേരിക്ക ഏർപ്പെടുത്തിയ അധിക ചുങ്കം കാനഡയിലെ തൊഴിലില്ലായ്മയെ കാര്യമായി ബാധിച്ചെന്ന് റിപ്പോർട്ട്. ഏപ്രിൽ മാസത്തിലെ കണക്ക് പ്രകാരം തൊഴിലില്ലായ്മ നിരക്ക് 6.9%. കാനഡയിലെ തൊഴിലില്ലായ്മ നവംബറിന് ശേഷം ഏറ്റവും ഉയർന്ന നിലയിലെന്ന് റിപ്പോർട്ട്. അടുത്ത വർഷം ഫെബ്രുവരി ആദ്യത്തോടെ 3ാം റൗണ്ട് മെഡിക്കെയർ വില ചർച്ചകൾക്ക് അർഹതയുള്ള 15 മരുന്നുകളുടെ പട്ടിക പ്രഖ്യാപിക്കുമെന്ന് US സെന്റേഴ്സ് ഫോർ മെഡിക്കെയർ ആൻഡ് മെഡിക്കെയ്ഡ് സർവീസസ്. മെഡിക്കെയർ പാർട്ട് ഡിയുടെ കീഴിൽ വരുന്ന മരുന്നുകൾക്ക് പുറമെ ആശുപത്രിയിൽ നൽകുന്ന മരുന്നുകൾ ഉൾപ്പെടുന്ന മെഡിക്കെയർ പാർട്ട് ബി പ്രകാരം നൽകേണ്ട മരുന്നുകളും ആദ്യമായി പട്ടികയിൽ ഉൾപ്പെടുമെന്ന് CMS. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് പകരച്ചുങ്കം ഏർപ്പെടുത്താൻ ഇന്ത്യ. നീക്കം സ്റ്റീലിനും അലൂമിനിയത്തിനും അമേരിക്ക ചുങ്കം ചുമത്തിയതോടെ. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുമായി സാമ്പത്തിക സഹകരണം മെച്ചപ്പെടുത്താൻ ചൈന. ലാറ്റിൻ അമേരിക്കയിലെയും കരീബിയയിലെയും രാജ്യങ്ങൾക്ക് വായ്പ നൽകും. അമേരിക്കയിൽ ഔഷധ വില കുറയ്ക്കാനുള്ള ട്രംപിന്റെ ഉത്തരവ് ഇന്ത്യൻ ഫാർമ മേഖലയ്ക്ക് തിരിച്ചടിയായേക്കുമെന്ന് വിലയിരുത്തൽ. അമേരിക്കയിൽ ഔഷധ വില 80% കുറയുന്നത് ഇന്ത്യൻ മരുന്ന് കയറ്റുമതിക്കാർക്ക് തിരിച്ചടിയാകുമെന്ന് റിപ്പോർട്ട്. കായിക വാർത്തകളിലേക്ക്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിനുള്ള ഓസ്ട്രേലിയൻ ടീമിനെ പ്രഖ്യാപിച്ചു. ടീമിനെ പാറ്റ് കമ്മിൻസ് നയിക്കും. ബ്രസീലിന്റെ പരിശീലകനായി കാർലോ ആൻസലോട്ടി ചുമതലയേറ്റതോടെ കാസമിറോയെ ബ്രസീൽ ടീമിലേക്ക് തിരികെ വിളിക്കാൻ സാധ്യത. കാസമിറോയുമായി ആൻസലോട്ടി ചർച്ച തുടങ്ങിയെന്ന് സൂചന. ഇറ്റാലിയൻ ലീഗിൽ റോമയെ തോൽപ്പിച്ച അറ്റ്ലാന്റ ജയം 2-1. 2027 ലോകകപ്പിൽ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും കളിക്കാൻ സാധ്യതയില്ലെന്ന് സുനിൽ ഗവാസ്കർ. പ്രായവും കായികക്ഷമതയും വെല്ലുവിളിയായേക്കുമെന്നും സുനിൽ ഗവാസ്കർ. ഇംഗ്ലീഷ് ഫുട്ബോൾ ലീഗ് ചാമ്പ്യൻഷിപ്പിൽ ഷെഫീൽഡ് യുണൈറ്റഡിന് തകർപ്പൻ ജയം. ബ്രിസ്റ്റൽ സിറ്റിയെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തകർത്തു. ഇനി കലാസാംസ്കാരിക സിനിമാ വാർത്തകൾ. ആവേശത്തിലെ വില്ലൻ മിഥൂട്ടി വിവാഹിതനായി. പാർവതിയാണ് വധു. വിവാഹ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച് മിഥൂട്ടി. മലയാള ചിത്രം മിസ്റ്റർ ആൻഡ് മിസ്സിസ് ബാച്ചിലർ റിലീസ് തീയതി പ്രഖ്യാപിച്ചു. ചിത്രം ഈ മാസം 23-ന് തിയേറ്ററുകളിലെത്തും. സിദ്ധാർത്ഥ് ഭരതൻ പ്രധാന കഥാപാത്രമായി എത്തുന്ന പറന്നു പറന്ന് പറന്നു ചെല്ലാൻ എന്ന ചിത്രം OTT-യിലേക്ക്. ജിഷ്ണു ഹരീന്ദ്രനാണ് സംവിധായകൻ. റിലീസിന് ശേഷം ട്രെയിലർ പുറത്തിറക്കി പ്രിൻസ് ആൻഡ് ഫാമിലി ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ. ചിത്രത്തിന്റെ ടീസർ മാത്രമായിരുന്നു ഇതുവരെ പുറത്തു വന്നിട്ടുള്ളത്. തുടരും ചിത്രത്തിലെ മേക്കിംഗ് വീഡിയോ പുറത്ത്. കാടേറും കൊമ്പ എന്ന പാട്ടിന്റെ മേക്കിംഗ് വീഡിയോ ആണ് അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടത്. പ്രവാസികൾക്കിടയിലെ വിഷാദം വിഷയമാക്കി ചിത്രീകരിച്ച ഹ്രസ്വചിത്രം ശ്രദ്ധേയമാകുന്നു. UK മലയാളിയായ ജിബിൻ ആന്റണി സംവിധാനം ചെയ്ത 2ാം മുറിവെന്ന ഷോർട്ട് ഫിലിം ഫോണിലാണ് ചിത്രീകരിച്ചത്. വൈറൽ ട്രെൻഡ്സ്. വൈറലായി സാമ നൃത്തം കൈയടിച്ച് സോഷ്യൽ മീഡിയ. ആധുനിക തുർക്കിയിലെ മെവ്ലവി സൂഫി വിഭാഗവുമായും ഇറാനിയൻ സംസ്കാരവുമായും ബന്ധപ്പെട്ടതാണ് സാമ നൃത്തം. വൈറലായി അപരിചിതൻ എന്ന ചിത്രത്തിലെ മാസം മാസം എന്ന ഗാനത്തിന്റെ റീക്രിയേഷൻ വീഡിയോ. വൈ ഷുഡ് ഗേൾസ് ഹാവ് ഓൾ ദ ഫൺ എന്ന തലക്കെട്ടിൽ പങ്കുവച്ച യുവാക്കളുടെ വീഡിയോ കണ്ടത് ലക്ഷക്കണക്കിന് ആളുകൾ. ലോക നേതാക്കൾ കേരളീയരായാൽ എങ്ങനെയിരിക്കും? വൈറലായി ഒരു AI വീഡിയോ. നരേന്ദ്രമോദി, ഡൊണാൾഡ് ട്രംപ്, കിം ജോങ് ഉൻ, ലയണൽ മെസ്സി തുടങ്ങിയവർ വീഡിയോയിൽ മലയാളികളായി. വൈറലായി ഒരു ഷാഡോ നൃത്തം. 10,000-കണക്കിന് കമന്റുകളും ലക്ഷക്കണക്കിന് വ്യൂസുമാണ് വീഡിയോയ്ക്ക് ലഭിച്ചത്. ഇനി ഫാക്ട് ചെക്ക്. ഇന്ത്യൻ വ്യോമസേന പാകിസ്ഥാൻ വ്യോമസേനയെ ആക്രമിക്കുന്നു എന്ന തരത്തിൽ ചിത്രം പ്രചരിക്കുന്നു. വീഡിയോ ഗെയിമിൽ നിന്നുള്ള ചിത്രമാണ് തെറ്റായ തലക്കെട്ടിൽ പ്രചരിപ്പിക്കുന്നത്. നാളെ അറിയാൻ. ആലപ്പുഴ ജില്ലാ എംപ്ലോയബിലിറ്റി സെന്റർ മുഖേന സ്വകാര്യ സ്ഥാപനങ്ങളിലേക്ക് അഭിമുഖം നടത്തുന്നു. അഭിമുഖം നടത്തുക നാളെ രാവിലെ 9:30-ന്.
PSC ഈ മാസം നടത്തുന്ന സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷ സംബന്ധിച്ച് ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസിൽ സൗജന്യ ക്ലാസ് നടക്കുക നാളെ രാവിലെ 10 മണിക്ക്. തൃശൂർ പാലപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപക ഒഴിവ്. ഇംഗ്ലീഷ്, മലയാളം, ബോട്ടണി വിഷയങ്ങളിലേക്കാണ് അഭിമുഖം നാളെ രാവിലെ 9:30. കോഴിക്കോട് തിരുത്തിയാട് ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപക ഒഴിവ്. ഫിസിക്സ്, സുവോളജി, ബോട്ടണി വിഷയങ്ങളിലേക്ക് അഭിമുഖം നാളെ. കോഴിക്കോട് ഉള്ളിയേരി പഞ്ചായത്ത് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി മൾട്ടിപർപ്പസ് ഹെൽത്ത് വർക്കർ കൂടിക്കാഴ്ച നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് ആശുപത്രി ഓഫീസിൽ നടക്കും. ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്തകൾ. ആന്ധ്രാപ്രദേശിലെ പാൽനാടിൽ വാഹനാപകടം, 4 മരണം. അപകടം ട്രക്കും ലോറിയും കൂട്ടിയിടിച്ചു. ഡൽഹി BM ഗുപ്ത ആശുപത്രിയിൽ വൻ തീപിടുത്തം, ആളപായമില്ല. തീപിടുത്തം ആശുപത്രിയുടെ ദന്തവിഭാഗത്തിൽ. ഇതോടെ 100 ന്യൂസ് പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.